പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ നിന്നും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഇറാനെതിരായ സൈനിക നടപടികൾ 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. പാകിസ്ഥാൻ നടത്തിയ ഇടപെടലാണ് ഈ നിർണായക തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ വെറും 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് ഈ വിവരം പങ്കുവച്ചത്. ഇറാന് നേരെയുള്ള ബോംബാക്രമണങ്ങളും മറ്റ് സൈനിക നീക്കങ്ങളും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇതൊരു ഇരുപക്ഷ വെടിനിർത്തൽ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരാനിരിക്കുന്ന 2 ആഴ്ചക്കാലം ദീർഘകാല സമാധാന കരാറിനായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഉപയോഗിക്കാനാണ് ട്രംപിന്റെ തീരുമാനം. അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തീകരിച്ചതായും ഇറാനുമായി ദീർഘകാല സമാധാന കരാറിലേക്കുള്ള ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ സമാധാന നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ ആണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുമായി ട്രംപ് നേരിട്ട് സംസാരിച്ചു. ഇവർ നടത്തിയ നിരന്തരമായ ചർച്ചകളാണ് ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനും അമേരിക്കയെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാനും സഹായിച്ചത്. ഈ ചർച്ചകളുടെ തുടർച്ചയായി ഏപ്രിൽ 10-ന് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് ഔദ്യോഗിക സമാധാന ചർച്ചകൾ നടക്കുമെന്നും വിവരമുണ്ട്. നിലവിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള തർക്കത്തിൽ ഒരു മധ്യസ്ഥന്റെ റോളിലാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്. എങ്കിലും ഈ വെടിനിർത്തൽ നിരുപാധികമല്ല. സാധാരണയായി ഖത്തറോ ഒമാനോ വഹിക്കാറുള്ള മധ്യസ്ഥ ചർച്ചകൾ ഇത്തവണ പാകിസ്ഥാനിലേക്ക് എത്തിയത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഷഹബാസ് ഷെരീഫും ജനറൽ അസീം മുനീറും ട്രംപുമായി നടത്തിയ സംഭാഷണങ്ങൾ ഫലം കണ്ടിരിക്കുന്നു. ഇറാന്റെ നേതൃത്വവുമായി പാകിസ്ഥാനുമുള്ള സ്വാധീനം ട്രംപ് ഇവിടെ സമർത്ഥമായി ഉപയോഗിച്ചു. യുദ്ധത്തെക്കാൾ ഉപരിയായി ഇറാനെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കുക എന്ന നയതന്ത്ര വിജയമാണ് പാകിസ്ഥാൻ ഇവിടെ ലക്ഷ്യമിട്ടത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഉടനടിയും സുരക്ഷിതമായും ഇറാന് തുറന്നു കൊടുക്കണം എന്ന ട്രംപിന്റെ നിബന്ധനയാണ് താൽക്കാലിക സമാധാനത്തിന് പിന്നിൽ. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കിയാൽ മാത്രമേ സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് അമേരിക്കയുടെ നിലപാട്. ലോകത്തെ മൊത്തം പെട്രോളിയം കയറ്റുമതിയുടെ 20% കടന്നുപോകുന്ന ഈ പാത ഇറാൻ അടച്ചാൽ ആഗോള എണ്ണവില കുതിച്ചുയരും. അമേരിക്കയിലെ ആഭ്യന്തര വിപണിയെയും ഇത് ബാധിക്കും. അതിനാൽ തന്നെ സൈനിക നടപടിയേക്കാൾ ഉപരിയായി സാമ്പത്തിക സുരക്ഷിതത്വത്തിനാണ് ട്രംപ് മുൻഗണന നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയും ചൈനയും ഈ സമാധാന നീക്കത്തെ സ്വാഗതം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ആഗോള വിപണിയിലെ എണ്ണവില കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഇവർ കരുതുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ച് അതീവ ഗൗരവകരമായിരുന്നു. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും എണ്ണ ഇറക്കുമതിയിലെ തടസ്സങ്ങളും ഈ വെടിനിർത്തലിലൂടെ താൽക്കാലികമായി പരിഹരിക്കപ്പെടുമെന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരുന്ന നിലപാട് സമാധാനത്തിനും നയതന്ത്ര ചർച്ചകൾക്കും മുൻഗണന നൽകുന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ ഒരു നിഷ്പക്ഷ നിലപാടാണ് ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്നത്. സംഘർഷം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഇന്ത്യ എല്ലാ കക്ഷികളോടും സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനും ആവശ്യപ്പെട്ടിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനകളിലൂടെ ഇക്കാര്യം ആവർത്തിച്ചിട്ടുമുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യ എതിർക്കുന്നുണ്ടെങ്കിലും അമേരിക്കയെയോ ഇസ്രായേലിനെയോ ഇറാനെയോ നേരിട്ട് കുറ്റപ്പെടുത്തുമെന്ന രീതി ഇന്ത്യ ഒഴിവാക്കിയിരുന്നു. യുദ്ധം ഒഴിവാക്കി ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടുകയും മേഖലയിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അമേരിക്ക പ്രഖ്യാപിച്ച ഈ 2 ആഴ്ച വെടിനിർത്തൽ ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അമേരിക്ക പ്രഖ്യാപനത്തിൽ ഇസ്രായേലും പങ്കാളിയാണെന്ന് വൈറ്റ് ഹൗസ് വക്താവ് CNN-നോട് സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറെടുത്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ വഴിയുള്ള ചർച്ചകൾ വിജയിച്ചതോടെ ഇസ്രായേലും തങ്ങളുടെ ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മതിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ധാരണ പ്രകാരം മാത്രമാണ് ഈ വെടിനിർത്തൽ സാധ്യമായത്. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കുതിക്കാൻ തയ്യാറായിരുന്ന ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി പിൻവാങ്ങിയിരിക്കുന്നു. എന്നാൽ 2 ആഴ്ച എന്നത് ഒരു ചെറിയ കാലയളവ് മാത്രമാണ്. ഈ സമയത്തിനുള്ളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന സൂചന വൈറ്റ് ഹൗസ് നൽകി കഴിഞ്ഞു. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചും ഇത് ആശ്വാസകരമാണ്. എണ്ണ ഇറക്കുമതിയെയും പ്രവാസികളുടെ സുരക്ഷയെയും ബാധിക്കുന്ന ഈ യുദ്ധം താൽക്കാലികമായെങ്കിലും ഒഴിവായത് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്നു.
രണ്ടാഴ്ചത്തെ ഈ സമയം ഇരു രാജ്യങ്ങളുടെയും ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ഭയന്ന ലോകരാജ്യങ്ങൾ ട്രംപിന്റെ ഈ നീക്കത്തെ വലിയ ആശ്വാസത്തോടെയാണ് കാണുന്നത്. എങ്കിലും രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്നത് ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചിരിക്കും.